ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തോലിക വിശ്വാസമാണ്. നമ്മൾ അതിലെ ഇതുവരെയും കണ്ടത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എബ്രായർ 6-ന്റെ 1-2 വാക്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോസ്തോലിക സഭയുടെ അടിസ്ഥാന ആചാരങ്ങളാണ്. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ തുടർമാനമായിട്ട് ചെയ്യുന്ന ചില കർത്തവ്യങ്ങൾ. അപ്പോൾ അത് ഈ 4 കാര്യങ്ങളാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 2:42 നിന്നത് വായിച്ചായിരുന്നു. സ്നാനപ്പെട്ട് കടന്നു വന്ന ആ 3000 പേര് അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്ന് ഈ 4 കാര്യങ്ങൾ ചെയ്തെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ അപ്പോസ്തോലിക ഉപദേശം കേൾക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ ആചാരമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം അതിനെ ഒന്ന് നിർവചനം കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ദൈവം വിശേഷാൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഉപദേശങ്ങളെയാണ് നമ്മൾ അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ പല വിധത്തിലുള്ള പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ ഉപദേശം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് എടുത്തു പറയുന്നത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് പുതിയ നിയമസഭയ്ക്ക് കൊടുക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന ഉപദേശത്തിനെയാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലും ഉണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കണമെങ്കിൽ ഈ 27 പുസ്തകങ്ങൾ നമ്മൾ പഠിച്ച് ധ്യാനിച്ച് അത് ജീവിതാന്ത്യത്തോളം പോകുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വലിയ ഉപദേശ ആ സമാഹാരത്തിൻ്റെ ഈ വലിയൊരു സംഹിതയുടെ ആ ഉപസംഹാരമാക്കി പറയാൻ പറ്റുന്ന അതിൻ്റെ ആ സാരവത്തായിട്ടുള്ള ആ സാരാംശം ചൂണ്ടിക്കാണിക്കുന്ന 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് നമ്മൾ ഈ സമയം പഠിക്കുവാനായിട്ട് സമയമെടുക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട്, ഈ നെയ്ത്തുകാരൊക്കെ തുണി നെയ്യുമ്പം അതിന് ഊടും പാവും എന്നും പറയും അല്ലേ. ഒരു തുണി ഇങ്ങനെ പോകുന്നു, ഒരു തുണി കുറുകെ പോകുന്നു. അതുപോലെ ഊടും പാവും എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ഇംഗ്ലീഷിൽ വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറയും. വലിയ ഒരു സംഹിതയുടെ രത്നച്ചുരുക്കം എന്നൊക്കെ പറയുന്ന പോലെ, അതില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ സാരവത്തായിട്ടുള്ള ഏറ്റവും കേന്ദ്രമായിട്ടുള്ള 3 ഉപദേശങ്ങൾ. ഈ ഉപദേശങ്ങൾ നട്ടെല്ല് പോലാണ്, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലുണ്ടെന്ന് പറയുന്നത് പോലെ. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കാരണം, അടിസ്ഥാന ഉപദേശങ്ങളുടെ മുകളിലോട്ടുള്ള കെട്ടിടം നമ്മൾ അത് ശ്രദ്ധിക്കുമ്പോൾ, ഈ പുതിയ നിയമത്തിൽ മൊത്തമുള്ള ഉപദേശം നമ്മൾ നോക്കുമ്പോൾ ഈ 3 വളരെ കാതലായിട്ടുള്ളതാണ്. ഇത് നമ്മളൊന്ന് പരിചയപ്പെടാതെ നമ്മുടെ ഈ പഠന പരമ്പര നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ 3 ഉപദേശങ്ങൾ ഏതാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. യേശു കർത്താവാകുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പുതിയ ഉടമ്പടി. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദൈവസഭ. അപ്പോൾ ഇത് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഉപദേശ സംഹിത മൊത്തം എടുത്ത് നമ്മൾ അതിൻ്റെ സാരം, അതിൻ്റെ ആ ഒരു രത്നച്ചുരുക്കം എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ആ സാരാംശം എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അത് ഈ 3-ലും വളരെ ഊന്നൽ കൊടുക്കപ്പെട്ടതാണ്. യേശുവാണ് കാത്തിരുന്ന കർത്താവ്. ആ കർത്താവിൽ വിശ്വസിച്ച് നമ്മൾ പുതിയ ഉടമ്പടി ബന്ധത്തിലേക്ക് ദൈവമായിട്ട് കടന്നു വരികയാണ്. അങ്ങനെ പുതിയ ഉടമ്പടി ബന്ധത്തിൽ കടന്നു വന്ന സകല ശിഷ്യന്മാരും ഒന്നിച്ചു കൂടുന്നതാണ് ദൈവസഭ. അപ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും ഈ ഒരു സ്വഭാവം ഉള്ളതാണ്. ഈ 3 സത്യങ്ങളെയും വീണ്ടും വീണ്ടും ധ്യാനിക്കുവാനും പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് 27 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരല്പം പരിചയ സമ്പത്ത് ഉണ്ടെങ്കിൽ 27 പുസ്തകങ്ങൾ വായിക്കുവാനും വ്യാഖ്യാനിക്കുവാനും അത് നമ്മളെ സഹായിക്കും. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ ഒരു സാരം നമുക്ക് അതിലൂടെ ലഭ്യമാകും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠത. ഈ ഉടമ്പടി എന്ന് പറയുന്ന വാക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കാത്തൊരു വാക്കായതുകൊണ്ട് തന്നെ അത് നമ്മൾ പറഞ്ഞു തുടങ്ങണം. 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. എന്താണ് പുതിയ ഉടമ്പടി, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് നിമിത്തം പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠത എന്താണ്, പിന്നെ അവസാനിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ഈ പഠനം കൊണ്ടുള്ള 3 പ്രയോജനങ്ങളും കൂടെ പറഞ്ഞ് ഇന്നത്തെ പഠനം നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ ഒന്നാമതായിട്ട്, എന്താണ് ഈ പുതിയ ഉടമ്പടി? അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്ന വാക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കാത്ത ഒരു വാക്കാണ്. അപ്പോൾ അത് ആദ്യം പറഞ്ഞു തുടങ്ങട്ടെ. ഉടമ്പടി എന്ന വാക്ക്
ഉഭയസമ്മതം സാധാരണ മനുഷ്യരുടെ ഇടയിലെ കാര്യമായി പറയുന്നത്, ദൈവമായിട്ടുള്ള കാര്യമല്ല. സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഉഭയസമ്മതം ചൊല്ലി രണ്ടു വ്യക്തികൾ പ്രവേശിക്കുന്ന ഒരു ബന്ധത്തെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉഭയസമ്മതം എന്ന് പറഞ്ഞാൽ രണ്ടുപേർ അന്യോന്യം സമ്മതം പറയുക എന്നുള്ളതാണ്. ഉഭയ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേർന്ന് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത് വിവാഹത്തെക്കുറിച്ചാണ്. വിവാഹത്തിൽ രണ്ട് വ്യക്തികൾ ഉഭയസമ്മതം പറഞ്ഞ് അവര് ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഒരു ഉടമ്പടിയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു വ്യാപാരമൊക്കെ ചെയ്യുമ്പം, ഒരു സാധനം വിൽക്കുന്നു വാങ്ങിക്കുന്നു അങ്ങനെ ബിസിനസ് ചെയ്യുമ്പം കരാറുണ്ടാക്കും, കോൺട്രാക്റ്റ്. കരാറും ഉടമ്പടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കരാറ് ഒരു വ്യാപാര ഇടപാടിന് മാത്രമുള്ള എന്താ പറയുക, ഒരു സമ്മതം മൂളലാണ് അല്ലേ. അതിനേക്കാളും ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ പ്രതിജ്ഞാബദ്ധമായ, അതായത് ഇതിനകത്ത് പ്രതിബദ്ധത കൂടുതലാണ്. കരാർ ഇന്ന് നമുക്ക് എടുത്തേച്ച് നാളെ പൊളിക്കാം. വിവാഹമൊന്നും അങ്ങനല്ല, ഇന്ന് തുടങ്ങിയാൽ നാളെ തീരുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ ഇതിനകത്ത് പ്രതിബദ്ധതയുടെ ആഴവും നമ്മൾ കൊടുക്കുന്ന വാക്കിൻ്റെ ഗൗരവവും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് കരാറായിട്ട് നമ്മൾ ചിന്തിക്കരുത്. കരാറിനേക്കാളും ഗൗരവമേറിയ ഒരു ബന്ധമാണ് ഉടമ്പടി ബന്ധം. അപ്പോൾ നമ്മൾ തിരുവെഴുത്തുകളിലേക്ക് നോക്കുമ്പോൾ ദൈവം തൻ്റെ ജനവുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഈ ഉടമ്പടിയുടെ മാധ്യമത്തിലൂടെയാണ്. അത് നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാലേ നമ്മൾ കാണും. നമ്മുടെ ദൈവം ഉടമ്പടികളുടെ ഒരു ദൈവമാണ്. ഉടമ്പടികളിലൂടെ ബന്ധപ്പെടുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. കരാറുകളിലൂടെ അല്ല, ഒരു ഏർപ്പാടും ഇല്ലാതെ, ഒരു നിയമവും ഇല്ലാതെ ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. വളരെ ചിട്ടയായിട്ട് ചില കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടേ ബന്ധത്തിൽ പ്രവേശിക്കത്തുള്ളൂ. അത് അവൻ്റെ സ്വഭാവ വിശുദ്ധി കൊണ്ടാണ് അങ്ങനെ അവൻ ചെയ്യുന്നത് അല്ലേ. അപ്പം ദൈവം തൻ്റെ ജനവുമായി ബന്ധപ്പെടുവാൻ, ബന്ധം സ്ഥാപിക്കുവാൻ, അതിൻ്റെ ആധാരമാക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമമാണ് ഉടമ്പടി. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവും തൻ്റെ ജനവും അന്യോന്യം ഇടപെടുവാനുള്ള ഒരു ഏർപ്പാടാണ്, ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു ഏർപ്പാടാണ് ഉടമ്പടി. അപ്പോൾ ഇത് ആദ്യം പറയുന്നത് കാരണം ഇനി നമ്മൾ പുതിയ ഉടമ്പടി എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉടമ്പടി എന്താണ്? ഉഭയസമ്മതം ചൊല്ലി അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ ചൊല്ലി നമ്മളൊരു ബന്ധത്തിലേക്ക് കയറുകയാണ്. ഞാൻ എന്താ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഉറപ്പ് ആദ്യമേ പറഞ്ഞുകൊണ്ട് ബന്ധത്തിൽ പ്രവേശിക്കുകയാണ് അല്ലേ. നമ്മൾ സാധാരണ മനുഷ്യരങ്ങനല്ല, പക്ഷെ ദൈവം അങ്ങനെയാണ്. ആദ്യമേ ചില കാര്യങ്ങളൊക്കെ അവൻ വാഗ്ദത്തം നൽകിയിട്ട് ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കൂ. അല്ലാതെ ബന്ധത്തിൽ കയറിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ തുടരാം, അങ്ങനല്ല. ബന്ധത്തിന് ചില കാര്യങ്ങൾ അവൻ തീരുമാനിച്ച് അത് നിഷ്ഠയാക്കി വെച്ചിട്ടേ ആ ബന്ധത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത് ഉടമ്പടി ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പുതിയ ഉടമ്പടി? അത് മനസ്സിലാക്കണേ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. തിരുവെഴുത്തുകളിൽ കുറഞ്ഞ പക്ഷം 5 ഉടമ്പടികൾ നമുക്ക് കാണാൻ സാധിക്കും. കുറഞ്ഞ പക്ഷം എന്ന് പറഞ്ഞത് ചിലർ 6ഉം 7ഉം ഒക്കെ ഉടമ്പടികൾ എണ്ണാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതിലോട്ട് നമ്മളിപ്പോൾ കടക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് തെളിവായിട്ട് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്ന ഉടമ്പടികൾ നമ്മൾ എണ്ണുകയാണെങ്കിൽ 5 എണ്ണം ഉണ്ട്. ചരിത്രപരമായിട്ടുള്ള ഉടമ്പടികളാണ്. മറ്റ് 6ഉം 7ഉം എന്നൊക്കെ പറയുന്നത് അവിടെ ഉടമ്പടി എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഒരു ഉടമ്പടിയുടെ സ്വഭാവം ആ വേദഭാഗത്തൊക്കെ ഉള്ളതുകൊണ്ട് ചിലർ പറയും അതൊരു ഉടമ്പടി ആയിട്ട് തോന്നുന്നു എന്നുള്ളത്. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. നമ്മൾ പഠിക്കേണ്ട കാതലായിട്ടുള്ള 5 ഉടമ്പടികൾ തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ തിരുവെഴുത്തുകളിൽ കുറഞ്ഞ പക്ഷം 5 ഉടമ്പടികളെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി സമയമെടുത്ത് നമ്മൾ ഓരോരോ ഉടമ്പടികൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഓരോ ഉടമ്പടിയുടെയും പേര് ഞാൻ പറയും. ഈ ഉടമ്പടി ദൈവം സ്ഥാപിക്കുവാൻ ഉപയോഗിച്ച മധ്യസ്ഥൻ, ഏത് വ്യക്തിയുമായിട്ടാണ് ദൈവം ഈ ബന്ധത്തിലേക്ക് പ്രവേശിച്ച് ഈ ഉടമ്പടി സ്ഥാപിച്ചത്, ആരിലൂടെയാണ് ദൈവം ഈ ഉടമ്പടി സ്ഥാപിച്ചത്, ഈ ഉടമ്പടിക്കകത്തുള്ള കക്ഷികൾ ആരൊക്കെയാണ്, ദൈവവും പിന്നെ ആരും അല്ലേ. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വാഗ്ദത്തം, എന്ത് വാഗ്ദത്തമാണ് ദൈവം ഈ ഉടമ്പടിയിലൂടെ തൻ്റെ ജനത്തിന് നൽകിയത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് നോഹൈക ഉടമ്പടി. അപ്പോൾ ഉൽപ്പത്തി 9:8 മുതൽ 17 വരെ നമുക്ക് വായിക്കാം. അവിടുത്തെ മധ്യസ്ഥൻ നോഹയാണ്. നോഹ നമുക്കറിയാലോ, ജലപ്രളയ കാലത്ത് ദൈവം രക്ഷിച്ച ഏക കുടുംബമാണ് നോഹയുടെ കുടുംബം. അറിയാലോ, ആദ്യം ദൈവം സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് ആദാമും ഹവ്വയും പാപത്തിൽ പോയി. അത് കഴിഞ്ഞുള്ള തലമുറ പിന്നെയും പാപമൊക്കെ ചെയ്ത് ഈ ഭൂമി മുടിക്കുമെന്നായപ്പോൾ ദൈവം എന്ത് ചെയ്തു? ലോകം മുഴുവൻ ഒരു
ജലപ്രളയം, മഴ പെയ്യിപ്പിച്ച് വെള്ളപ്പൊക്കം വരുത്തി ഒരു ജലപ്രളയം അയച്ച് 8 പേരൊഴികെ, നോഹയുടെ കുടുംബത്തിലുള്ള 8 പേരൊഴികെ ബാക്കി എല്ലാവരെയും മാനസാന്തരപ്പെടാത്തത് കൊണ്ട് കൊന്നു കളഞ്ഞു. കുഞ്ഞുങ്ങളായാലും മൃഗങ്ങളായാലും എല്ലാത്തിനെയും കൊന്നു കളഞ്ഞു. നോഹയുടെ പെട്ടകത്തിലുള്ളവരും അല്ലെ 8 പേരും, പിന്നെ ബാക്കി മൃഗങ്ങളും, അത് മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. ആ നോഹയോട് ദൈവം ജലപ്രളയത്തിന് ശേഷം ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുന്നു. അതാണ് ഒന്നാമത്തെ ചരിത്രപരമായ ഉടമ്പടി, നോഹയിക ഉടമ്പടി. 9-ാം അധ്യായം, ഉൽപ്പത്തി 9-ാം അധ്യായം അതിന്റെ 8 മുതൽ 17 വരെ വായിച്ചു കേൾക്കാം. ദൈവം പിന്നെയും നോഹയോടും അവന്റെ പുത്രന്മാരോടും അരുളിച്ചത്, ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജലവും ജലപ്രളയത്താൽ നശിക്കയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. പിന്നെയും ദൈവം അരുളിച്ചത്, ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെ നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിൽ ഉണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള ജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. ഇവിടെ നിയമം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഉടമ്പടിയും ഒരേ അർത്ഥം തന്നെയാണ്. നമ്മൾ തന്നെ ബൈബിളിലെ പുതിയ നിയമം പഴയ നിയമം എന്ന് പറയും. പുതിയ ഉടമ്പടി, പഴയ ഉടമ്പടി. ഉടമ്പടിയും നിയമവും ഒരേ എബ്രായ വാക്ക് തന്നെയാണ് നമ്മുടെ മലയാളം ബൈബിളിൽ പല രീതിയിൽ നമ്മൾ വിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ കണ്ടോ, നോഹയോട് ദൈവം ഒരു ഉടമ്പടി ചെയ്ത് വാഗ്ദത്തം കൊടുക്കുകയാണ്, ഇനി ജലപ്രളയത്താൽ ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല, അല്ലേ? അപ്പോൾ ഇതിനകത്ത് നോഹയാണ് മധ്യസ്ഥൻ. ആരൊക്കെയാണ് കക്ഷികൾ? ദൈവവും, അല്ലെ? അവസാനം 17-ാമത്തെ വാക്യം നോക്കി അറിയാം, ദൈവവും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും സകല ജഡവും സർവ്വജഡവും, അല്ലേ? അപ്പോൾ അത് മനുഷ്യർ മാത്രമല്ല, എല്ലാ സൃഷ്ടികളും, എല്ലാ മൃഗങ്ങളും എല്ലാം ഉണ്ട്. അവരോടെല്ലാം ദൈവം നോഹയ്ക്ക് കൊടുക്കുന്ന ഈ ഉടമ്പടിയിലൂടെ ഒരു ഉടമ്പടി ചെയ്യുകയാണ്, അല്ലേ? അപ്പം എന്താ വാഗ്ദത്തം? ഇനി ജലപ്രളയം അയച്ച് ദൈവം ഈ പാപത്തിൽ വീണുപോയ ഭൂമിയെ നശിപ്പിക്കുകയില്ല, അല്ലേ? അപ്പം ഈ നോഹയിക ഉടമ്പടി നമുക്ക് നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ദൈവം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ച് അവസാനിക്കുമ്പോഴേ ഈ ഭൂമി നശിക്കത്തുള്ളൂ. നശിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം കർത്താവ് വന്ന് ഇതിനെ തീയിട്ട് പുതിയ വാനവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നത് വരെയും ഇപ്പോഴുള്ള ഈ ഭൂമി നിലനിൽക്കും. ഇവിടെ യുദ്ധം സംഭവിക്കും, മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും, പക്ഷേ ഉന്മൂലനാശനം സംഭവിക്കുകയില്ല. ആറ്റം ബോംബ് ഇട്ടാലും ഭൂമിയിൽ കുറച്ച് മനുഷ്യരൊക്കെ കാണും, അല്ലാതെ എല്ലാവരും അങ്ങ് പാപം കാരണം നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. അത് നമുക്കൊരു ആശ്വാസമാണ്. ഭൂമിയിൽ താമസിക്കുന്ന എല്ലാവരും പാപികളാണേലും ഈ ഭൂമി പാപം നിമിത്തം നശിച്ചു പോകാതെ ദൈവം ഇതിനെ കാത്തു സൂക്ഷിക്കും. അതാണ് നോഹയ്ക്ക് കൊടുത്ത വാഗ്ദത്തം. ഇന്നും എന്തുകൊണ്ടാണ് ഇത്രയും പാപമൊക്കെ പെരുകിയിട്ടും ഇത്ര യുദ്ധങ്ങളും മഴയും വെള്ളപ്പൊക്കവും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ലോകം നശിച്ചു പോകാത്ത, ഭൂമി നശിച്ചു? ദൈവം ഈ വാഗ്ദത്തം മഴവില്ല അടയാളമായി കൊടുത്തിരിക്കുകയാണ് ഈ ഉടമ്പടിയുടെ, അല്ലേ? അപ്പം അതുകൊണ്ട് അതുപോലൊരു ജലപ്രളയത്താൽ ഈ ഭൂമി നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. പിന്നെ അവസാനം ദൈവം അഗ്നിയാൽ ഈ ഭൂമിക്ക് ഒരു അന്ത്യം വരുത്തും. പക്ഷെ അത് പുതിയ വാനവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഉടമ്പടി, നോഹയിക ഉടമ്പടി. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത ഉടമ്പടി അബ്രഹാമിക ഉടമ്പടിയാണ്. നിരവധി അധ്യായങ്ങളുണ്ട്. ഉൽപ്പത്തി 12 ഉണ്ട്, 15-ാം അധ്യായം മുഴുവനുണ്ട്, 17-ാം അധ്യായത്തിലും അതിനെക്കുറിച്ചുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ 12-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ അബ്രഹാമിനോടാണ് ദൈവം ഈ ഉടമ്പടി സ്ഥാപിക്കുന്നത്. വായിച്ചാട്ടെ, 12-ന്റെ 1 മുതൽ 3. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും.
നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പിന്നീട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് 15-ാം അധ്യായവും 17-9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും വായിക്കണം. അവിടെയാണ് ഉടമ്പടി എന്നുള്ള വാക്ക് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉടമ്പടി നമുക്ക് വാക്കില്ല, പക്ഷേ ഇത് അബ്രഹാമിക ഉടമ്പടിയാണ്. 15-ലാണ് അതിനെക്കുറിച്ച് കൂടുതലും, 17-ൽ പിന്നെ പരിച്ഛേദന എന്ന അടയാളം, നേരത്തെ മഴവില്ല്, ഇവിടെ പരിച്ഛേദന എന്ന അടയാളമൊക്കെ ദൈവം കൊടുക്കുന്നത്. പിന്നീട് പോയി വായിച്ചാൽ നമ്മൾ ഉടമ്പടി ദൈവശാസ്ത്രം മുഴുവൻ ഇന്ന് പഠിക്കുകയല്ല. ഈ ഉടമ്പടികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വായിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് കക്ഷികൾ? ദൈവവും അബ്രഹാമും, പക്ഷേ തൻ്റെ സന്തതിയും തമ്മിൽ, അല്ലേ? അത് പിന്നീടുള്ള 15-ഉം 17-ഉം ഒക്കെ വായിക്കുമ്പോൾ അത് വ്യക്തമാകും. ഇവിടെ എന്താ ദൈവം വാഗ്ദത്തം ചെയ്യുന്നേ? അബ്രഹാമിനെയും തൻ്റെ സന്തതിയെയും ദൈവം അനുഗ്രഹിക്കും. പക്ഷെ അനുഗ്രഹിക്കുക മാത്രമല്ല, 2-ന്റെ അവസാനം പറഞ്ഞിരിക്കുക, നീ ഒരു അനുഗ്രഹമായിരിക്കും. ആരെയൊക്കെ അനുഗ്രഹിക്കും? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ സകല ജാതികളും അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം അബ്രഹാമിനെയും വിശേഷാൽ അവൻ്റെ ഒരു സന്തതിയെയും ദൈവം അനുഗ്രഹിച്ച് ഉപയോഗിക്കും. അപ്പൊ ദൈവം തെരഞ്ഞെടുക്കുകയാണ് പാപികളായി ഈ ലോകത്തിൽ ഒരു കുടുംബത്തെ, ഒരു വംശത്തെ ദൈവം തെരഞ്ഞെടുക്കണം, അബ്രഹാമിനെയും അവൻ്റെ സന്തതി പരമ്പര. അതാണ് യഹൂദന്മാരെന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? അവരിലൂടെ ഞാനൊരു പ്രവൃത്തി ചെയ്ത് അവരിലൂടെ ഞാൻ ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും. അത് പിന്നീട് നമുക്കറിയാം, ആ സന്തതി എന്ന് പറയുന്നതാണ് യേശുക്രിസ്തു, അല്ലെ? അബ്രഹാമിന്റെ സന്തതിയായ യേശുക്രിസ്തു ഇന്ന് സകല ജാതികൾക്കും, ഇന്ത്യക്കാർക്കും മലയാളികൾക്കും നമുക്കുമൊക്കെ അനുഗ്രഹത്തിന് കാരണമായി. അന്ന് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, നിന്റെ സന്തതി പരമ്പരയെ ഞാൻ അനുഗ്രഹിക്കും, വിശേഷാൽ ഒരു സന്തതിയിലൂടെ ഈ ലോകത്തുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, അല്ലേ? അപ്പൊ അതാണ് ദൈവം അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി. വളരെ കാതലായ ഒരു ഉടമ്പടിയാണ്. ബൈബിളിലെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഉടമ്പടി മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു വലിയ മൂലക്കല്ലാണ് അബ്രഹാമിക ഉടമ്പടി. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഒരു എന്താ പറയുക, മൂലക്കല്ല് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലേ? അത് തുടങ്ങുന്ന ഇവിടുന്നാണ്. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്ത് നിന്റെ സന്തതികളിലൂടെ ഞാൻ രക്ഷ ഉളവാക്കി ഈ ഭൂമിയെ മുഴുവൻ അനുഗ്രഹിക്കും. വേറെ പല വിഷയങ്ങളുണ്ട്, അവർക്കൊരു വാഗ്ദത്ത ദേശം കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിലോട്ടൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. ഒന്ന് പരിചയപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞല്ലോ. മൂന്നാമത്തതാണ് മോശയിക ഉടമ്പടി, ന്യായപ്രമാണം കൊടുക്കുന്നത്, അല്ലേ? അവിടുത്തെ മധ്യസ്ഥൻ മോശയാണ്. എല്ലാ വാക്യങ്ങളൊന്നും എടുത്ത് വായിക്കാൻ സമയമില്ല. പുറപ്പാട് 19-ന്റെ 5-ഉം 8-ഉം നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം. പുറപ്പാട് 19-ന്റെ 5-ഉം 8-ഉം. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിന്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. അപ്പൊ ഇവിടുത്തെ കക്ഷികൾ നമുക്ക് വളരെ വ്യക്തമാണ്. ദൈവവും ഇസ്രായേൽ എന്ന് പറയുന്ന ആ ദേശം, ആ രാജ്യവും തമ്മിലാണ്, അല്ലെ? ദൈവവും ഒരു രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ആരാണ് ഈ ഇസ്രായേൽ? അബ്രഹാമിന്റെ സന്തതികൾ, അല്ലെ? ആ സന്തതികളുടെ ആ രാജ്യവുമായിട്ടാണ് ദൈവം ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ അവർക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം ഇതുവരെ കണ്ടതുപോലത്തെ അല്ല. അതാണ് മോശയിക ഉടമ്പടി മറ്റെല്ലാ ഉടമ്പടികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ഇവിടെ ഉപാധികളോട് കൂടിയ ഒരു വാഗ്ദത്വമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 19-ന്റെ 5-ഉം 8-ഉം വായിച്ചത്. ദൈവം പറയാണ്, നിങ്ങൾ എന്നെ അനുസരിക്കുമെങ്കിൽ. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ അനുസരിക്കും, അല്ലെ? അപ്പൊ ഉപാധികളോട് കൂടെയാണ് ഇതിലെ വാഗ്ദത്തം. ഇതുവരെ കണ്ടതെല്ലാം വാഗ്ദത്വം കൊടുക്കുകയാണ്, ഉപാധികളൊന്നുമില്ല. ഇവിടെ പറയാണ്, നിങ്ങൾ എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമെങ്കിൽ ഈ വാഗ്ദത്ത ദേശത്ത് നിങ്ങളായിരിക്കും. പഴയ നിയമത്തിൻ്റെ ചരിത്രം അറിയാലോ. ഇസ്രായേൽ മക്കൾ അനുസരിക്കാതെ വരുമ്പോൾ ദൈവം അവരെ അതേ വാഗ്ദത്ത ദേശത്ത് നിന്ന് ചിതറിപ്പിച്ചു കളയും. അപ്പൊ അനുസരണം ഉണ്ടേ നിൽക്കാൻ പറ്റും, അനുസരണം ഇല്ലേ പോകും. അപ്പൊ പ്രവൃത്തിയുടെ ഒരു സുവിശേഷം അടങ്ങിയിട്ടുണ്ട് ഈ മോശയിക ഉടമ്പടിയിൽ. പ്രവൃത്തികളാലാണ് നമ്മൾ ദൈവിക അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് അത് അനുഭവിച്ചു പോകുന്നത്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ന്യായപ്രമാണം അനുസരിക്കുമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത കനാൻ ദേശത്ത് നിങ്ങൾക്ക് അവകാശികളായിട്ട് തുടരാം. അനുസരിച്ചില്ലെങ്കിലോ? അതാണ് ആവർത്തന പുസ്തകം 28 എന്ന് പറഞ്ഞ അധ്യായം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചാൽ അറിയാം. അനുസരിച്ചില്ലെങ്കിൽ ശാപങ്ങൾ വരും. അതുകൊണ്ടോ അപ്പോൾ നല്ല പ്രവൃത്തി ചെയ്ത് അനുസരണം ചെയ്താൽ അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ ശാപം. അപ്പോൾ നിബന്ധനകളോടുകൂടെ, ഉപാധികളോടുകൂടെ ഒരു വാഗ്ദത്തം മോശയിക ഉടമ്പടിയിൽ നൽകപ്പെട്ടിരിക്കുന്നു.
ഇനി അടുത്ത ഉടമ്പടിയാണ് ദാവീദിക ഉടമ്പടി. ദാവീദ് രാജാവുമായിട്ട് ദൈവം ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു, അല്ലേ? നമുക്ക് ദാവീദിക ഉടമ്പടിയുടെ ആധാരമായിരിക്കുന്ന 2 ശമൂവേൽ 7:11 മുതൽ 16 വരെയുള്ള വേദഭാഗം വായിച്ചു കേൾക്കാം. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗൃഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കൽ നിന്ന് നീങ്ങിപ്പോകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. രാജാവായ ദാവീദിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. നിന്റെ ഗൃഹത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സ്ഥിരമായിട്ട് ഇസ്രായേലിന് രാജാവായിട്ട് ഇരിക്കേണ്ടത് നിന്റെ കുടുംബമാണ്, ശൗലിന്റെ കുടുംബമല്ല. നിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും ഇസ്രായേലിന് ഇനി രാജാക്കന്മാര്. ആ രാജത്വവും ആ സിംഹാസനവും അന്ത്യമില്ലാത്തതായിരിക്കും. നിന്റെ സന്തതികളിൽ നിന്ന് ഒരു സന്തതി ഉണർന്ന് എനിക്ക് ശരിയായ ആലയം പണിയും. ഇത് ശലോമോൻ ആലയമൊക്കെ പണിയുന്നതിന് മുമ്പാണ്. പക്ഷേ നമുക്കറിയാം, ഇതും ആത്യന്തികമായിട്ട് ചെന്ന് അതിൻ്റെ ആ പൂർത്തീകരണം സംഭവിക്കുന്നത് ദാവീദിൻ്റെ അനുഗ്രഹീതമായ സന്തതിയായ യേശു ക്രിസ്തുവിൽ തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ ഇവിടുത്തെ കക്ഷികൾ ആരാണ്? ദൈവവും ദാവീദിൻ്റെ ഗൃഹവും തമ്മിൽ. എന്താണ് വാഗ്ദത്തം? മശിഹ ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് വരും. ഒരു രാജാവ് കടന്നു വരുന്നുണ്ട്. അവൻ്റെ സിംഹാസനത്തിനും രാജ്യത്തിനും ഒരിക്കലും അന്ത്യം വരികയില്ല. അവനാണ് ദൈവത്തിൻ്റെ ആലയം പണിയുന്നവൻ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ശലോമോനല്ല, പിന്നീട് വന്ന ഒരു ദാവീദിൻ്റെ പുത്രന്മാരും അല്ല. അവരെല്ലാം പല രീതിയിലും അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവത്തിന് അവരെ സിംഹാസനത്തിൽ നിന്ന് നീക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല രാജാക്കന്മാരാണേലും മരണം സംഭവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. തുടർമാനമായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദാവീദ് രാജാവ് ഇതുവരെ വന്നിട്ടില്ല. അത് യേശു ക്രിസ്തുവാണ്. കാരണം അവൻ മനുഷ്യനല്ല, അല്ലേ? മനുഷ്യ രൂപത്തിൽ കടന്നു വന്ന, ജഡാവതാരത്തിൽ കടന്നു വന്ന ദൈവം തന്നെയാണ്. അതുകൊണ്ട് മരണമില്ലാതെ തുടർമാനമായിട്ട് ഭരിക്കുന്ന രാജാവ് അവൻ തന്നെയാണ്. അതിനി വരുവാനിരിക്കുന്ന അവൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ വെളിപ്പെട്ടു വരും, അല്ലേ? അപ്പോൾ മശിഹ എന്ന് പറഞ്ഞാൽ ഒരു രാജാവ്, അഭിഷക്തനായ ഒരു രാജാവ് കടന്നു വരുന്നുണ്ട്. ഇസ്രായേലിന് എല്ലാ രീതിയിലും അവരുടെ ഉടമ്പടി വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന, ഇവിടെ പറഞ്ഞിരിക്കുന്നതോ സകല ശത്രുക്കളിൽ നിന്നുമുള്ള സ്വസ്ഥതയൊക്കെ കൊടുക്കും. അങ്ങനെ പൂർണ്ണമായിട്ടും അവരെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്ന, അവർക്ക് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞപ്പോൾ കുറേ ഏരിയ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും സ്ഥലം നിങ്ങൾക്ക് തരും. അതൊന്നും ഇന്നേ വരെ ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ല, ഇപ്പോഴും അനുഭവിക്കുന്നില്ല. ആ പറഞ്ഞ വാഗ്ദത്ത ദേശമെല്ലാം അവർക്ക് കൊടുത്ത് അവർക്ക് ശരിയായ ആലയം പണിഞ്ഞ് ആ ആലയത്തിൽ വസിക്കുന്ന ഒരു രാജാവ്, അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിന് കർത്താവിൻ്റെ 2ാം വരവിലുള്ള സഹസ്രാബ്ദ വാഴ്ചയിലേ അത് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ഒരു രാജാവ് കടന്നു വരുന്നുണ്ട്. അത് നിന്റെ ഗൃഹത്തിൽ നിന്നായിരിക്കുമെന്ന് ദാവീദിനോട് കർത്താവ് വാഗ്ദത്തം ചെയ്തതിനെയാണ് ദാവീദിക ഉടമ്പടി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇത്ര നേരം കണ്ട ചരിത്രം ഒന്ന് ചിന്തിച്ച്, മോശയിക ഉടമ്പടി മാറ്റിവെച്ചാൽ നോഹയോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ പാപം നിമിത്തം നശിപ്പിച്ചു കളയുകയില്ല. പിന്നെ അബ്രഹാമിൻ്റെ ഒരു സന്തതിയെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്, സകല ഭൂവാസികളെയും അനുഗ്രഹിക്കുവാൻ. ഈ പാപത്തിൽ പോയ ഈ നശിപ്പിക്കണമെന്ന് ദൈവത്തിന് ക്രോധം വരുത്തുന്ന അതേ ജനതയെ അനുഗ്രഹിക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാണ് അബ്രഹാമിൻ്റെ ഒരു സന്തതിയിലൂടെ, അല്ലേ? ആ സന്തതി പക്ഷേ ദാവീദിൻ്റെയും ഒരു സന്തതിയാണ്. അവനൊരു രാജാവാണ്. അബ്രഹാമിൻ്റെ സന്തതി വെറും ഒരു സന്തതിയല്ല, അവൻ രാജാവാണ്. അവനിലൂടെയാണ് അബ്രഹാമികവും ദാവീദിൻ്റെയും ഒക്കെ എല്ലാ ഉടമ്പടികളുടെയും പൂർത്തീകരണം സംഭവിക്കുന്നത്. ഇതിനിടയിലൊരു മോശയിക ഉടമ്പടിയുണ്ട്. അത് പൂർണ്ണമായ ഒരു വാഗ്ദത്ത ഉടമ്പടിയല്ല. ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്, ചില ഉപാധികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് പാലിക്കുമെങ്കിലേ ആ ഉടമ്പടി അതിൻ്റെ വാഗ്ദത്തം നിറവേറ്റുകയുള്ളൂ. ഇത്രത്തോളമുള്ള ചിത്രം നിങ്ങൾക്ക് വ്യക്തമാണെന്ന് തോന്നുന്നു. ഇനി വരുന്നതാണ് പുതിയ ഉടമ്പടി.
അതിന് നമുക്ക് യെരമ്യാവ് 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായി ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാവം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ, അതിനോട് കൂടെ തന്നെ നമുക്ക് ലൂക്കോസ് 22:20 വായിക്കാം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. എൻ്റെ രക്തം ചൊരിഞ്ഞ് പുതിയ നിയമം കടന്നു വരുന്നു. അപ്പോൾ പുതിയ നിയമം എന്താണെന്ന് ചിന്തിച്ചാൽ പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യെരമ്യാവ് 31 പുതിയ ഒരു ഉടമ്പടി ദൈവം ചെയ്യുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ ഉടമ്പടിയിലൂടെ ദൈവം ഇസ്രായേൽ ഗൃഹത്തിന് എന്ത് കൊടുക്കും? പാപക്ഷമ ഉളവാക്കി കൊടുക്കും, അല്ലേ? അവരുടെ അനുസരണക്കേടൊക്കെ പുറത്തു കൊടുക്കും. ഇവിടെ ലൂക്കോസ് 22 കർത്താവ് പറയണം, ആ ഉടമ്പടി സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഞാൻ മരിക്കണം. എൻ്റെ രക്തം ചൊരിഞ്ഞാണ് ആ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ മധ്യസ്ഥനാണ് യേശുക്രിസ്തു, അല്ലേ? അത് യെരമ്യാവിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നില്ലെങ്കിലും പിന്നീടുള്ള വെളിപ്പാടിൽ അത് വ്യക്തമാണ്. യേശുക്രിസ്തു രക്തം ചൊരിയുന്നത് കൊണ്ടാണ് ഈ ഉടമ്പടി ബന്ധം ഉളവായി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കക്ഷികൾ ദൈവവും തൻ്റെ ജനവും തമ്മിലാണ്. ഇവിടെ ഇസ്രായേൽ ഗൃഹത്തോട് ഞാനൊരു നിയമം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ചൊരിഞ്ഞിരിക്കുന്ന രക്തം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സകല ലോകത്തിനും വേണ്ടി, അല്ലെ? ലോകത്തിലുള്ള സകലർക്കും വേണ്ടി. 1 യോഹന്നാൻ 2 പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിൻ്റെ മൊത്തം പാപത്തിനു വേണ്ടി അവൻ രക്തം ചൊരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രക്തം, ഈ ഉടമ്പടിക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്ന രക്തം സകല ജനത്തിനും വേണ്ടി ചൊരിഞ്ഞിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ കക്ഷികൾ ദൈവവും തൻ്റെ ജനവും തമ്മിലാണ്, അല്ലേ? ഇവിടുത്തെ വാഗ്ദത്തം എന്താണ്? ഇതാണ് സുവിശേഷം, അല്ലേ? അബ്രഹാമിൻ്റെ സന്തതിയായ ദാവീദ് പുത്രനായ മിശിഹ ഇതാ കടന്നു വന്നിരിക്കുന്നു. അവനിലൂടെ പാപമോചനവും രക്ഷയും സൗജന്യമായി ലഭിക്കും. വാഗ്ദത്തമാണ്. മോശൈക ഉടമ്പടി പോലെ ഉപാധികളല്ല, വാഗ്ദത്തമാണ്. ഇവിടെ സൗജന്യമായി ലഭിക്കും. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്ന ഏവർക്കും ഈ സൗജന്യ രക്ഷ ലഭിക്കും, അല്ലേ? അപ്പോൾ മാനസാന്തരവും വിശ്വാസവും, അയ്യോ അത് മോശൈക ഉടമ്പടി പോലെ ഉണ്ടല്ലോ, ചെയ്താൽ കിട്ടും, അല്ലേ? നിബന്ധനകൾ അല്ലെങ്കിൽ ഉപാധികളല്ല ഈ വിശ്വാസവും മാനസാന്തരവും. വിശ്വാസവും മാനസാന്തരവും മുഖാന്തരങ്ങളാണ്. എന്നാൽ മോശൈക ഉടമ്പടിയിൽ അനുസരണം മുഖാന്തരം എന്നല്ല പറഞ്ഞത്, അനുസരണം ഉപാധിയാണ്. അനുസരണം നിമിത്തം നിങ്ങൾ എൻ്റെ വാഗ്ദത്ത ദേശത്തിരിക്കും. ഇപ്പോൾ നമ്മൾ വിശ്വാസം നിമിത്തമല്ല രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെടുന്നതേ ഉള്ളൂ. അല്ലാതെ വിശ്വസിച്ചുകൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്. രക്ഷ നമുക്ക് തരുവാനുള്ളൊരു മുഖാന്തരം മാത്രമാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം ഇതല്ല, എന്താണ്? ഉപാധിയല്ല, കണ്ടീഷൻ അല്ല, അല്ലേ? എന്നാൽ മോശൈക ഉടമ്പടിയിൽ അനുസരണം ഒരു ഉപാധിയായിരുന്നു. ഇപ്പൊ ഇവിടെ അങ്ങനല്ല. ഇവിടെ വാഗ്ദത്തം, മാനസാന്തരപ്പെട്ടത് സ്വീകരിക്കാൻ തയ്യാറുള്ള ഏവർക്കും ഈ വാഗ്ദത്തത്തിലൂടെ ഈ പറഞ്ഞ അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെ ഒക്കെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും. അപ്പോൾ ഇതൊരു വർഷങ്ങളോളം എടുത്ത് പഠിക്കാനുള്ള കാര്യം ഇതിനകത്തുണ്ട്. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒരു ചിത്രം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. 5 ഉടമ്പടികളുടെ ഒരു എന്താ പറയുക, ഒരു നട്ടെല്ല് പോലാണ്, അല്ലേ? കർത്താവിൻ്റെ വീണ്ടെടുപ്പ് ആ പദ്ധതിയുടെ ഒരു എന്താ പറയുക 5 കാലുകളാണ് വേണമെങ്കിൽ ഈ ഉടമ്പടികൾ എന്ന് പറയാം. ഇതിലൂടെയാണ് ഈ കർത്താവിൻ്റെ ഈ പദ്ധതി മുന്നോട്ട് പുരോഗമിക്കുന്നത് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ. ശരി, അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. പുതിയ ഉടമ്പടി കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊന്ന് നോക്കണമേ. നോഹൈക ഉടമ്പടി, അബ്രഹാമിക ഉടമ്പടി, മൂന്നാമതായിട്ട് ദാവീദിക ഉടമ്പടി. ഇവ മൂന്നിനും എന്ത് സംഭവിച്ചു? വാഗ്ദത്ത നിവർത്തി സംഭവിച്ചു. നോഹൈക ഉടമ്പടിയിൽ ദൈവം വാഗ്ദത്തം ചെയ്തു, ഈ പാപത്തിൽ വീണ ഭൂമിയെ ഞാൻ നശിപ്പിക്കുകയില്ല. കാരണം എന്താ? പാപത്തിനോട് ദൈവത്തിന് വെറുപ്പില്ലേ? കാരണം
ആ പാപത്തിന് പരിഹാരമായിട്ട് യേശുക്രിസ്തു വന്നു മരിച്ചു. ഇനി പാപത്തിനെതിരെയുള്ള ദൈവക്രോധം നിമിത്തം ദൈവം കൃപ കാണിക്കുമ്പോൾ അത് അനീതിയാവുന്നില്ല. കാരണം ഒരാൾ അതിൻ്റെ ആ ദൈവക്രോധം സഹിച്ചു മരിച്ചു. അപ്പൊ ഇനി ദൈവത്തിന് നീതിമാനായിട്ട് തന്നെ കൃപ കാണിക്കാം ഈ ഭൂമിയോട്, അല്ലേ? ഭൂമിയെ അവസാനം നശിപ്പിക്കുകയല്ലെന്നല്ല, ഇപ്പോൾ ഇതിനെ വെള്ളത്തിൽ മുക്കിക്കളയേണ്ട ആവശ്യമില്ല. രക്ഷാപദ്ധതിക്ക് ദീർഘക്ഷമ കാണിക്കാം. അബ്രഹാമിക ഉടമ്പടിയിൽ എന്തായിരുന്നു വാഗ്ദത്തം? നിന്റെ ഒരു സന്തതിയിലൂടെ സകല ജാതികൾ, യഹൂദന്മാർ മാത്രമല്ല സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. സംഭവിക്കുന്നില്ലേ ഇപ്പോൾ? നമ്മളെല്ലാം അതിൻ്റെ ഉത്തരവാണ്. നമ്മളാരും യഹൂദന്മാരല്ല, നമ്മളാരും അബ്രഹാമിൻ്റെ എന്താ പറയുക ജഡപരമായിട്ടുള്ള മക്കളല്ല. പക്ഷെ നമുക്കും ഈ അനുഗ്രഹം ലഭിച്ചു, അല്ലേ? രക്ഷ കടന്നു വന്നു. യഹൂദനായ അബ്രഹാമിൻ്റെ മകനായ പുത്രനായ സന്തതിയായ യേശു ക്രിസ്തു സകല ഭൂവാസികൾക്കും അനുഗ്രഹമാണ്. രക്ഷ കടന്നു വന്നിരിക്കുന്നു, അല്ലേ? ദാവീദിന്റെ ഉടമ്പടിയിൽ എന്താ ദൈവം വാഗ്ദത്തം ചെയ്ത്? ഒരു രാജാവ് കടന്നു വരുന്നു, യഥാർത്ഥ രാജാവ്. ഒരു കാലത്തും രാജത്വം നശിച്ചു പോകാത്തതും സിംഹാസനം നഷ്ടപ്പെട്ടു പോകാത്ത യഥാർത്ഥ രാജാവ്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. യേശു കർത്താവാകുന്നു, വാഴുന്നവനാകുന്നു. അവന്റെ സിംഹാസനത്തെ ഒരു നാളും ആരും നീക്കിക്കളയത്തില്ല. എല്ലാം ചെന്ന അന്ത്യം എവിടാണെന്നറിയാമോ? ഈ കർത്താവ് മടങ്ങി വരുമ്പോൾ മറ്റെല്ലാ രാജ്യത്വവും അവസാനിപ്പിച്ചിട്ട് ഭൂമി മുഴുവൻ അവൻ പരസ്യമായിട്ട് വാഴും. അതാണ് സഹസ്രാബ്ദ വാഴ്ച. 1000 ആണ്ട് കർത്താവ് ഇവിടെ വാഴുമെന്ന് നമ്മൾ പറയുന്നത് അവൻ മടങ്ങി വന്ന് ബാക്കി എല്ലാ രാജ്യത്വവും ബാക്കി എല്ലാ ഭരണവും നിർത്തും. പിന്നെ ഇന്ത്യയെ ഭരിക്കുന്നതും അമേരിക്കയെ ഭരിക്കുന്നതും റഷ്യയെ ഭരിക്കുന്നതും എല്ലാം ഒരു വ്യക്തിയായിരിക്കും, യേശു ക്രിസ്തു. അതൊക്കെ വചനത്തിൽ പല ഭാഗങ്ങൾ എടുത്ത് പഠിപ്പിച്ചാലേ അതൊക്കെ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കണ്ടോ, ഈ ഉടമ്പടികളെല്ലാം വാഗ്ദത്ത ഉടമ്പടികളാണ്. അതിൻ്റെ എല്ലാം പൂർണ്ണമായ നിവർത്തി പുതിയ ഉടമ്പടിയിൽ യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ സംഭവിച്ചു. അപ്പൊ ഇനി വേറൊരു ഉടമ്പടി ഉണ്ടല്ലോ, അതിനെന്ത് സംഭവിച്ചു, അല്ലേ? അതാണ് മോശയിക ഉടമ്പടി. അതിനെന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ നമുക്ക് എബ്രായ ലേഖനം 8:7-13 ഒന്ന് വായിച്ചു കേൾക്കാം. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. അപ്പൊ രണ്ട് നിയമങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ നിയമവും രണ്ടാമത്തെ നിയമവും. അത് ഏതാണെന്ന് ഇപ്പൊ നമുക്ക് വ്യക്തമല്ല. രണ്ട് ഉടമ്പടികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് പക്ഷെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തമാകും. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ അവൻ ആരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്? ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആവാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാവങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പൊ രണ്ട് ഉടമ്പടികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെ ഉടമ്പടി എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പിന്നീട് നമ്മൾ നേരത്തെ വായിച്ച് കേട്ട യെരമ്യാ 31 അതേ വാക്യങ്ങളാണ് എബ്രായ ലേഖനകർത്താവ് ഉദ്ധരിച്ചിരിക്കുന്നത്. അത് വീണ്ടും നമ്മളൊന്ന് കേട്ടു. ഇനി വീണ്ടും നമ്മൾ ഒന്നുകൂടെ ധ്യാനിക്കും. അപ്പൊ കണ്ടോ, ആ വേദഭാഗം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ലേഖനകർത്താവ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നാമത്തെ ഉടമ്പടി എന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് ഉടമ്പടിയാണ്? അത് 9-ാമത്തെ വാക്യത്തിലുണ്ട്. ഞാൻ അവരെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ അവരോട് ചെയ്ത നിയമം. അതേത് നിയമമാണ്? മോശയിക ഉടമ്പടി, അല്ലേ? അവര് മിസ്രയീമിൽ അടിമകളായിരുന്നു. അവിടെ നിന്ന് മോശ അവരെ വീണ്ടെടുത്ത് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൈനായ് മലയിൽ വെച്ചാണ് ദൈവം മോശയിക ഉടമ്പടി കൊടുത്തത്. അപ്പൊ ആ ഉടമ്പടിയാണ് ഒന്നാമത്തെ ഉടമ്പടി എന്ന് വിളിച്ചിരിക്കുന്നത്. ആ ഉടമ്പടി പോലെ അല്ല, പുതിയ ഒരു ഉടമ്പടി ഞാൻ യേശുക്രിസ്തുവിലൂടെ കൊണ്ടുവരുന്നു എന്നാണ് ഈ വേദഭാഗത്തിന്റെ രത്ന ചുരുക്കം. എല്ലാം കഴിഞ്ഞിട്ട് 8:13 പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിച്ചു കേട്ടെ. പുതിയ ഉടമ്പടി എന്ന് ഈ വരാനിരിക്കുന്ന ഉടമ്പടിയെ ദൈവം വിശേഷിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആദ്യത്തേത് പഴയ ഉടമ്പടിയായി. എല്ലാരും കേൾക്കുന്നുണ്ടോ?
മിസ്രൈമിൽ നിന്ന് വന്ന ഉടമ്പടി പോലെ അല്ല പുതിയൊരു ഉടമ്പടി എന്ന് പറയുമ്പോൾ മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ദൈവം ഉളവാക്കിയ ഉടമ്പടി എന്തായി? പഴയ ഉടമ്പടിയായി, അല്ലേ? ഇനി അതോടൊപ്പം പറയുകയാണ്, പഴയതാകുന്നുവെങ്കിൽ ജീർണിക്കുന്നതും നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നതും. അപ്പൊ പുതിയ ഉടമ്പടി യേശുക്രിസ്തുവിലൂടെ കടന്നു വരുമ്പോൾ മോശയിക ഉടമ്പടിക്ക് എന്ത് സംഭവിക്കുന്നു? പഴയ ഉടമ്പടിയാകുന്നു, അത് നീങ്ങിപ്പോകുന്നു. മറ്റുടമ്പടികളൊക്കെ വാഗ്ദത്ത ഉടമ്പടികളായതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിൽ നിവൃത്തി പ്രാപിക്കുമ്പോൾ മോശയിക ഉടമ്പടി നിബന്ധനകളുള്ള അല്ലെങ്കിൽ ഉപാധികളുള്ള പ്രവൃത്തിയുടെ ഉടമ്പടി ആയതുകൊണ്ട് തന്നെ അത് പഴയ ഉടമ്പടിയാണ്, അത് നീങ്ങിപ്പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഈ ഉടമ്പടികൾ തമ്മിലുള്ള? അപ്പൊ പുതിയ ഉടമ്പടി ഏതാണെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പഴയ ഉടമ്പടി ഏതാണെന്ന് ആദ്യം പറയണം. പഴയ ഉടമ്പടി ഏതാണ്? നമ്മുടെ പഴയ നിയമത്തിലുള്ള 39 പുസ്തകങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ട് എല്ലാം പഴയതാന്ന് പറഞ്ഞ് എടുത്ത് തള്ളാൻ പറ്റത്തില്ല. പഴയതില് മോശയിക ഉടമ്പടി മാത്രമാണ് പഴയ ഉടമ്പടി എന്ന് നമ്മൾ പറയുന്നത്. 39 പുസ്തകങ്ങളിലും മോശയിക ഉടമ്പടിയാണ് ഈ പഴയ ഉടമ്പടി. മറ്റുടമ്പടികളെല്ലാം പുതിയ ഉടമ്പടിയിൽ നിവർത്തി പ്രാപിക്കുകയാണ് യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ. എല്ലാവർക്കും മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് പുതിയ ഉടമ്പടി? യേശു ക്രിസ്തുവിലൂടെ കടന്നു വന്നിരിക്കുന്ന രക്ഷയുടെ സുവിശേഷത്തിന്റെ പുതിയ ഉടമ്പടി. പക്ഷെ അതില് ഈ നേരത്തെ പറഞ്ഞ 3 ഉടമ്പടികളും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുന്നുണ്ട്. മോശയിക ഉടമ്പടി പക്ഷേ പഴയതായതും നീങ്ങിപ്പോകുന്നതും, അത് പ്രാബല്യത്തിലില്ല. രക്ഷിക്കപ്പെടുന്നവർക്ക് ഇനി മോശയിക ഉടമ്പടിയുമായിട്ടൊരു ബന്ധവും ഇല്ല, അല്ലേ? അപ്പൊ ഇനി നമുക്ക് അതിന് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പഴയത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, മോശയിക ഉടമ്പടിയാണ്. പുതിയത് ഏതാണ്? യേശു ക്രിസ്തുവിലൂടെ കടന്നു വന്നിരിക്കുന്ന പുതിയ ഉടമ്പടി. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ എബ്രായർ 8-ന്റെ 9, 10, 11, 12 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. യെരമ്യാവിലെ ആ വാക്യങ്ങൾ തന്നെയാണ്. അതിൽ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഒന്നാമതായിട്ട് അവിടെ ന്യായപ്രമാണത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? 10ാമത്തെ വാക്യം, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനുള്ള നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു? കൽപ്പലകകളിൽ മോശ എഴുതി കൊണ്ടുവന്നു, ബാഹ്യമായ ഒരു കൽപ്പലകൾ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ ഇരിപ്പുണ്ട് നിയമം. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, ഹൃദയത്തിനകത്ത് ദൈവം വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ഹൃദയത്തിനകത്ത് നിയമം എഴുതി തരികയാണ്. അനുസരിക്കാൻ ഉള്ളിന് തോന്നും. മറ്റേത് പുറമേ ഒരു നിയമം വെച്ചിട്ടുണ്ട്, അത് പാലിക്കണം, അല്ലേ? ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇവിടെ തന്നെ കർത്താവ് തന്നെ പറയാണ്, എന്തുകൊണ്ടാണ് ഇത് പഴയ ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തം? ഞാൻ അവരുടെ ഉള്ളിൽ എൻ്റെ നിയമത്തെ ആക്കും, അല്ലേ? രണ്ടാമതോടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. രക്ഷിക്കപ്പെടുന്നവർ മാത്രമേ ഉള്ളൂ ഈ ഉടമ്പടിക്കകത്ത്. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ സന്തതിയൊക്കെ ഈ പരിച്ഛേദന ചെയ്ത് അകത്ത് കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒന്നും ദൈവത്തെ അറിഞ്ഞൂടാ. പഴയ ഉടമ്പടിയിൽ വ്യക്തിപരമായ ബന്ധം വേണ്ട. ഈ ഉടമ്പടി സ്ഥാപിച്ച ആ മധ്യസ്ഥനുമായിട്ട് ദൈവത്തിന് ബന്ധം മതി. മോശമായിട്ട് ദൈവത്തിന് ബന്ധമുണ്ട്, നമ്മളുമായിട്ടൊന്നും ദൈവത്തിനൊരു ബന്ധവും ഇല്ല. നമ്മളോട് ദൈവം സംസാരിക്കുകയും വേണ്ട. സൈനായി മലയിൽ അത് തന്നെ അവർ പറഞ്ഞു, അയ്യോ ദൈവം സംസാരിക്കാൻ പേടിയാവുന്നു, മോശ നീ സംസാരിച്ചാൽ മതി, അല്ലേ? അങ്ങനെ ഒരു ഉടമ്പടി ആയിരിക്കത്തില്ല. ഈ ഉടമ്പടിക്കകത്ത് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് വരുന്ന ഏവനും എന്നെ വ്യക്തിപരമായി അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവപരിജ്ഞാനത്തിൽ പഴയ നിയമത്തിൽ വ്യക്തിപരമായ ബന്ധം എല്ലാവർക്കും ഇല്ല. പക്ഷേ പുതിയ നിയമത്തിൽ ആബാലവൃദ്ധം, അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാരാണേലേ രക്ഷിക്കപ്പെട്ട് ഈ ഉടമ്പടിക്ക് അകത്ത് വന്നവരാണോ അവർക്ക് ദൈവത്തെ അറിയാം. എല്ലാവർക്കും വ്യക്തിപരമായ ബന്ധമുള്ളൊരു ഉടമ്പടി. അത് കഴിഞ്ഞ് അടുത്ത വർഷം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ. 12ാം വാക്യം, ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ ഉടമ്പടി, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് പാപക്ഷമ. പഴയ നിയമത്തിൽ എങ്ങനെയാണ്? ഓരോ വർഷം ചെന്ന് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും മൃഗങ്ങളുടെ യാഗങ്ങൾ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അടുത്ത വാക്യം നിങ്ങളുടെ ഹാൻഡ് ഔട്ടിലുള്ള ശ്രദ്ധിച്ച എബ്രായർ 10:3 പറഞ്ഞിരിക്കുകയാണ്, ആണ്ടുതോറും അവയാൽ, ഈ വീണ്ടും വീണ്ടും അർപ്പിക്കുന്ന യാഗങ്ങളാൽ, ആണ്ടുതോറും അവയാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയല്ല, പിന്നെന്താ? പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. വീണ്ടും വീണ്ടും ഓർത്തോണ്ടിരിക്കുക. അതുകൊണ്ട് വീണ്ടും വീണ്ടും യാഗം കഴിച്ചുകൊണ്ടിരിക്കും.
അല്ലെ? അപ്പൊ വർഷാവർഷം പാപങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന ഒരു തികവില്ലാത്ത യാഗങ്ങളാണ്. പൂർണ്ണമായിട്ട് ആ പാപത്തെ അങ്ങ് മറന്ന് അത് പോയെന്നും വെച്ച് പോവാൻ ഈ യാഗങ്ങൾക്ക് കഴിവില്ല, തികവില്ല. അല്ലേ? എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനല്ല. അല്ലേ? പുതിയ ഉടമ്പടിയിൽ അങ്ങനല്ല. പൂർണ്ണമായിട്ടും പാപക്ഷമ കൈവരിച്ച യേശുവിന്റെ രക്തത്താൽ ഇനി പാപങ്ങൾ ദൈവം ഓർക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ഞാൻ ഇനി അവരുടെ പാപങ്ങളെ ഓർക്കയില്ല. കർത്താവിന്റെ യാഗം തികവുള്ള യാഗമാണ്. അതുകൊണ്ടാണ് എബ്രായർ 10:11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത, കേട്ടോ, പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. സാധാരണ ഈ പുരോഹിതന്മാർ ഇരിക്കത്തില്ല, കാരണം അവരുടെ ജോലി തീരത്തില്ല. നിന്നോണ്ട പുരോഹിതൻ. ഇവിടെ നമ്മുടെ പുരോഹിതൻ പണിയൊക്കെ തീർത്തു, ഇനി ഇരുന്നു. ആ ഇരുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം പാപങ്ങളുടെ എല്ലാ ശമ്പളവും അവന്റെ യാഗം കൊടുത്തു തീർത്തു. ഇനി വീണ്ടും 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 ക്രൂശിപ്പോയി മരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനല്ല. ഈ മൃഗങ്ങളുടെ യാഗം കൊടുത്തോണ്ടിരിക്കണം, കാരണം ഒന്നിനും ഒരു തികവില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ട് ഏകയാഗം കൊണ്ട് തന്നെ അവൻ പണി നിർത്തി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നും കഴിഞ്ഞു. 14 വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അല്ലേ? അതുകൊണ്ടാണ് 17 വാക്യം, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല. യെരമ്യാ 31 അതേ വാക്യം, നമ്മൾ എബ്രായർ 8 നിന്ന് വായിച്ച അതേ വാക്യം അത് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി അവരുടെ പാപങ്ങളെ ഞാൻ ഓർക്കയില്ല. കാരണം എന്താണ്? തികവുള്ള പുണ്യാഹ രക്തം കുഞ്ഞാടായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. ഇനി പാപങ്ങളുടെ ഓർമ്മ ദൈവത്തിനുമില്ല, നമുക്കുമില്ല. അത് കൊടുത്തു തീർത്തു. പരിപൂർണ രക്ഷ കടന്നു വന്നു. അതുകൊണ്ടാണ് 18 വാക്യം, എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത്, പാപക്ഷമയുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പൂർണ്ണതയുള്ള യാഗം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്തത് കൊണ്ട് വീണ്ടും 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 വന്ന് ഒരു യാഗവും കഴിക്കേണ്ട ആവശ്യമില്ല. യാഗങ്ങൾക്കൊക്കെ അന്ത്യം വന്ന് ഒരൊറ്റ ഏകയാഗം, തികവുള്ള പൂർണ്ണതയുള്ള ആ യാഗം കഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പാപക്ഷമ പൂർണ്ണതയോടെ നമുക്ക് ലഭിച്ചു. ഇനി ദൈവം പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ പിന്നെ ആ പാപം ഓർക്കയില്ല. നമുക്ക് പൂർണ്ണമായ സമാധാനം ലഭിക്കും പാപത്തിൽ നിന്ന്. അപ്പൊ അതാണ് പുതിയ നിയമത്തിന്റെ ഒരു വ്യത്യാസം അല്ലേ? ഇതിനോട് ചേർന്ന് പറയേണ്ട ഒരു കാര്യമാണ് അനുസരണം. ഞാൻ എടുത്തു പറഞ്ഞതാണ്, പഴയ നിയമം, അതായത് മോശൈക ഉടമ്പടിയിൽ അനുസരണം നമ്മുടെ ഒരു കർത്തവ്യം, ഉത്തരവാദിത്തം എന്ന് മാത്രമല്ല, അതിനാസ്പദമാണ് നമ്മുടെ രക്ഷ. അപ്പോൾ നമ്മൾ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തു നിന്ന് എടുത്ത് പുറത്തെറിയും, അല്ലേ? അത് കൃപയാലല്ല, അത് പ്രവൃത്തിയാലുള്ള ഒരു തരം രക്ഷയാണ്. അപ്പോൾ സ്വയനീതിയാലുള്ള രക്ഷ അനിവാര്യമാണ്. അവിടെ പ്രവൃത്തിയാണ്. അത് ഒരു മതം പോലെയാണ്, ഒരു പ്രവൃത്തിയാണത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു വാക്യം, ഗലാത്യർ 2:16 നമ്മളൊന്ന് വായിച്ചു കേൾക്കണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് പറ്റത്തില്ല, അല്ലേ? നിയമം പറയുകയാണ്, പഴയ നിയമം പറയുകയാണ് ചെയ്താലേ പറ്റത്തുള്ളൂ, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല. അങ്ങനെ ഒരു മനുഷ്യനും പരിപൂർണ നീതിയൊന്നും പ്രാപിച്ച് ദൈവത്തിന്റെ പ്രസാദം പ്രാപിക്കാൻ കഴിയത്തില്ല. വിശ്വാസത്താൽ അല്ലാതെ പറ്റത്തില്ലെന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും, അതായത് യഹൂദന്മാരായ ഞാനും, പൗലോസ് പറയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചിരിക്കുന്നു. പഴയ ഉടമ്പടിയിൽ ജനിച്ചു വളർന്ന യഹൂദനായ പൗലോസ് പറയാണ്, ആ ഉടമ്പടി കൊണ്ട് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. അത് ദൈവം ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടെ ഒന്നും ഒരു രക്ഷയും ലഭിക്കത്തില്ല. നിബന്ധനകൾ വെച്ചിട്ട് ദൈവം രക്ഷ വാഗ്ദത്തം നൽകിയാൽ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുകയില്ല. അത് മനുഷ്യന്റെ അഹങ്കാരം ഒന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവം കൊടുത്തതായി ഈ പഴയ ഉടമ്പടി. നിങ്ങളപ്പോൾ പഠിക്കണം. നിങ്ങളെ കൊണ്ടൊന്നും ഒരു കാലത്തും, ഞാനിനി എത്ര വാഗ്ദത്തം തന്നാലും അനുസരിക്കുകയാണ് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഒരു കാലത്തും പ്രാപിക്കാൻ പോകുന്നില്ല. അത് പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്താണ് ഈ മോശൈക ഉടമ്പടി. ഒരു ജഡവും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല. അത് നമ്മളെല്ലാം പഠിക്കണം.
അല്ലേ? അത് മനസ്സിലാക്കിയത് കൊണ്ട് ക്രിസ്തുയേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ, രക്ഷിക്കപ്പെടുകയില്ല, ദൈവം അംഗീകരിക്കുകയില്ല. അപ്പോൾ പഴയ നിയമത്തിൽ അനുസരണം സ്വയനീതിയിലുള്ള ഒരു രക്ഷാപ്രവൃത്തിയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനല്ല. കൃപയാലുള്ള രക്ഷയുടെ അനന്തരഫലമാണ്. അത് ആത്മശക്തിയിൽ ഉളവാകുന്നതാണ് അനുസരണം. വലിയ വ്യത്യാസമുണ്ട് മോശയിക ഉടമ്പടിയിലെ അനുസരണവും പുതിയ നിയമത്തിലെ അനുസരണവും തമ്മിൽ. രണ്ടിലും അനുസരണം വേണം, അനുസരണം നിഷ്കർഷിച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ധ്വനിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി, ദൈവം അംഗീകരിക്കുവാൻ വേണ്ടി, ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി ഞാൻ അനുസരിക്കുന്നു. പുതിയ നിയമത്തിൽ ദൈവം എന്നെ ക്ഷമിച്ചതുകൊണ്ട്, ദൈവം എന്നെ അംഗീകരിച്ചതുകൊണ്ട്, അവനിൽ ആശ്രയിച്ച് അവൻ്റെ ആത്മാവെന്നിൽ ബലം നൽകുന്നത് കൊണ്ട് ഞാൻ അനുസരിക്കുന്നു. വളരെ വ്യത്യാസമുണ്ട്. ഒന്ന് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി സകല മതങ്ങളിലെയും പോലത്തെ പ്രവൃത്തിയാണ്, മറ്റേത് കൃപയാൽ ഉളവാകുന്ന ഒരു ഫലമാണ്, അല്ലേ? അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. യെഹെസ്കേൽ 36:26 കർത്താവ് ഈ പുതിയ ഉടമ്പടിയിലൂടെ ഉളവാകുന്ന അനുസരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിൽ എഴുതും, അല്ലേ? പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, നിങ്ങൾ വീണ്ടും ജനിക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ളൊരു ഹൃദയം നിങ്ങൾക്ക് തരും. ദൈവവചനത്തോടൊക്കെ പ്രതികരിക്കുന്ന മൃദുലമായ ഒരു ഹൃദയം, ഹൃദയകാഠിന്യമൊക്കെ നീങ്ങിപ്പോയി, അല്ലേ? എന്നിട്ട് എന്തോ സംഭവിക്കും? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ കടന്നു വരും. എന്നിട്ട് എന്ത് പറ്റും? അങ്ങനെ അവനെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. കേട്ടോ? പഴയ ഉടമ്പടി, മോശയിക ഉടമ്പടിയിൽ ന്യായപ്രമാണം എന്താ പറയുന്നത്? 10 കൽപ്പനകൾ. നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ അത് ചെയ്യരുത്. അത് ഒരു ചട്ടമായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പുതിയ ഉടമ്പടി അങ്ങനല്ല. ഞാൻ നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഞാൻ ആ ഉത്തരവാദിത്വം എടുക്കുകയാണ്, നിങ്ങൾ അനുസരിക്കണമെന്നുള്ളത്. പഴയ ഉടമ്പടി, മോശയിക ഉടമ്പടിയിൽ ദൈവം ചട്ടം പറയും, പിന്നെ അനുസരിക്കുക പറ്റുമോ ഇല്ലെന്നൊക്കെ നിങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ അത് ചെയ്തോണം സ്വന്തം ബലത്തിൽ. ഇവിടെ പറയാണ്, ഞാൻ ആത്മാവിനെ അയച്ച് നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കും. അതാണ് പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത, അല്ലേ? ഞാൻ നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അനുസരണം ഉറപ്പായിട്ടും ഞാൻ ഉളവാക്കും, വിശുദ്ധീകരണം സംഭവിക്കും. അപ്പോൾ കണ്ടോ, പല വിധത്തിലുള്ള വ്യത്യാസം. ഇത് ഒരുപാട് പഠിപ്പിക്കാം, പഴയതും പുതിയതും തമ്മിൽ. ഇത് മാത്രമൊന്നുമല്ല, ചില കാതലായ വ്യത്യാസങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. എന്താ അപ്പോൾ പുതിയ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത? അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ വേദഭാഗം ഒന്ന് നോക്കാം. 2 കൊരിന്ത്യർ 3:6-18. ദൈവം ഞങ്ങളെ അപ്പോസ്തലന്മാരെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയല്ലോ. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വളരെ
കടുകട്ടിയായ ഒരു വേദഭാഗമാണ്. ഒരിക്കൽ ഞാൻ ഞായറാഴ്ച ഇത് പ്രസംഗിച്ചിട്ടുമുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പല വിധത്തിലുള്ള താരതമ്യം പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ നടത്തുന്നുണ്ട്. അതൊന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. ഇപ്പോൾ വായിച്ച എല്ലാ വാക്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണണം എന്നില്ല. അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ പഠനത്തിന് അത് കുഴപ്പമില്ല. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത് പറഞ്ഞിരിക്കുകയാണ് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ അത് കൊല്ലുന്നു. കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ തരുന്നില്ല, അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു എന്തെങ്കിലും കുഴപ്പം, വല്ല കാഷ്ടോ എന്തെങ്കിലും വീണു, അപ്പോൾ അത് കാണിക്കുന്ന ഒരു കണ്ണാടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കണ്ണാടി മാത്രം തന്നിട്ടുണ്ട്. കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അയ്യോ ഇവിടെ എന്തോ അഴുക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഈ കണ്ണാടി വെച്ചോണ്ട് നിങ്ങൾക്ക് ഈ അഴുക്ക് മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് പഴയ നിയമം. നിങ്ങൾക്ക് 10 കൽപ്പനകൾ തന്നിരിക്കുന്നു. അതിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, അയ്യോ ഞാൻ ഈ കൽപ്പനകളൊന്നും അനുസരിക്കുന്നില്ല, ഞാൻ പാപിയാണ്. ഇനി കൽപ്പനകൾ അനുസരിക്കാത്ത പാപം നീക്കാൻ ഈ കൽപ്പനകൾക്ക് കഴിയുമോ? പറ്റത്തില്ല. ശരി, ഈ പാപം ചെയ്യാതെ ഈ കൽപ്പനകളെ അനുസരിക്കാൻ എനിക്ക് ഈ 10 കൽപ്പനകൾ എന്നെ സഹായിക്കുമോ? അതുമില്ല, അല്ലെ? അപ്പോൾ ഈ 10 കൽപ്പനകൾ പാപം ചൂണ്ടിക്കാണിക്കുമെന്നല്ലാതെ പാപക്കറകളിൽ നിന്ന് എനിക്ക് എങ്ങനെ വിമുക്തി അറിഞ്ഞൂടാ. പാപം ചെയ്യാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതുമില്ല. അതാണ് ജീവൻ നൽകുന്നില്ല, അല്ലെ? അതുകൊണ്ടാണ് കൊല്ലുന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ് എന്ത്? പഴയ നിയമം, മോശൈക ഉടമ്പടി. എന്നാൽ പുതിയ നിയമം ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിൽ കടന്നു വന്നിരിക്കുന്ന നമുക്ക് വചനം മാത്രമല്ല, ദൈവം പറയുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെ ഇന്ന ഇന്ന കാര്യങ്ങൾ പാപമാണെന്ന് മാത്രം അറിവ് മാത്രമല്ല, ഇത് നേരത്തെ നമ്മൾ ഹെസ്കേലിൽ നിന്ന് വായിച്ചതുപോലെ ആത്മാവ് ജീവൻ നൽകി അനുസരണമുള്ളവരാക്കി നമ്മളെ മാറ്റും. ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് പുതിയ നിയമം. അതാണ് അതിൻ്റെ ശ്രേഷ്ഠത, അല്ലേ? ചുമ്മാ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരിക മാത്രമല്ല, നിങ്ങളെ അതിൽ നിന്ന് വിടുതൽ നൽകുവാൻ, പാപക്കറകളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകുവാനും ഇനി പാപം ചെയ്യാതെ ജീവിക്കുവാൻ ആത്മശക്തിയും പകരുന്നതാണ് പുതിയ ഉടമ്പടി. സാധാരണ മതമല്ലിത്. ചുമ്മാ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണം, ചീത്ത കാര്യം മാറ്റി ചെയ്യണം, അങ്ങനെ കുറേ വെറും ഒരു സദാചാര ബോധമല്ലിത്. ഇത് ആത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് പുതുജീവൻ ലഭിച്ചിട്ട് അനുസരിക്കാൻ പറ്റും, അല്ലേ? അതിനോടൊപ്പം പറഞ്ഞാണ് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ് പഴയ നിയമം. പഴയ നിയമത്തിൽ പാപങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങളെല്ലാം പാപികളാണെന്ന് തെളിയിക്കുന്നു. അതോടെ അതിൻ്റെ കർത്തവ്യം തീർന്നു. ശിക്ഷാവിധി ഉളവാക്കുക. നമ്മളെല്ലാം പാപം ചെയ്തവരാണ്. ദൈവത്തിനെതിരെ എല്ലാ അധരങ്ങളും മൗനമാക്കുവാൻ വേണ്ടി ദൈവം പഴയ നിയമത്തെ നൽകിയിരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്. എല്ലാ അധരങ്ങളെയും മൗനമാക്കുവാൻ വേണ്ടി ദൈവം നിയമം, ന്യായപ്രമാണത്തെ അയച്ചിരിക്കുന്നു. അതിൻ്റെ ജോലി അതാണ്. നമ്മളെല്ലാം പാപികളാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ആ ഒരു ആവശ്യകത നമ്മളെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ന്യായപ്രമാണം, അതുകൊണ്ട് അത് ശിക്ഷാവിധി ഉളവാക്കും. എന്നാൽ പുതിയ നിയമം നീതിയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ നീതീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. എങ്ങനെ നമുക്ക് പാപത്തിൻ്റെ ആ കുറ്റബോധത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്താൽ അംഗീകരിക്കുന്നവരാകുവാൻ കഴിയുമെന്ന് ഉള്ള ആ സുവിശേഷം അറിയിക്കുന്നതാണ് പുതിയ നിയമം, അല്ലേ? നീതീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. പിന്നെ മൂന്നാമതായിട്ട് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ് പഴയ നിയമം നീങ്ങിപ്പോകുന്ന ഉടമ്പടിയും അതുകൊണ്ട് തന്നെ നീങ്ങിപ്പോകുന്ന തേജസ്സുമാണ്. അതിന് തേജസ് ഇല്ല എന്നല്ല, അതിനല്പം തേജസ്സൊക്കെ ഉണ്ടായിരുന്നു. മോശ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അല്പം മോഹമൊക്കെ തെളിഞ്ഞ് തേജസ് ഉള്ളതായിരുന്നു കൊണ്ട് അവനൊരു മൂടുപടം ഇട്ടെന്നൊക്കെ അവിടെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മൂടുപടം ഇട്ടത് എന്തുകൊണ്ടാണ്? അത് നിലനിൽക്കുന്ന തേജസ് ആയതുകൊണ്ടല്ല, പതുക്കെ പതുക്കെ അത് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നതും കൂടെ അവിടെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പഴയ ഉടമ്പടിയുടെ, മോശൈക ഉടമ്പടിയുടെ തന്നെ ഒരു സവിശേഷതയാണ്. അതിൻ്റെ തേജസ് മങ്ങിപ്പോകുന്നതാണ്. നിലനിൽക്കുന്ന ഉടമ്പടിയായ പുതിയ നിയമത്തിൽ നിലനിൽക്കുന്ന തേജസ് കടന്നു വരും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ അവനിൽ വിശ്വസിച്ച സകലരും നിലനിൽക്കുന്ന അവൻ്റെ തേജസ്സിനോട് അനുരൂപരായി മഹത്വീകരിക്കപ്പെടും. രൂപാന്തരം നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തേജസ്സിന്മേൽ തേജസ്സിലേക്ക് നമ്മൾ ഇപ്പോഴേ ആത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർത്തീകരണം അവൻ്റെ 2-ാം വരവിൽ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ നിലനിൽക്കുന്ന തേജസ് നമുക്ക് പകർന്നു നൽകുന്ന ശ്രേഷ്ഠമായ ഉടമ്പടിയാണ് പുതിയ നിയമം. അപ്പോൾ 3 താരതമ്യം, അല്ലേ? കൊല്ലുന്ന അക്ഷരത്തിൻ്റെ ശുശ്രൂഷ,
എന്നാൽ ഇത് പുതിയ നിയമം ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ ശുശ്രൂഷ. പഴയ നിയമം ശിക്ഷാവിധിയുടെ പാപബോധം ഉളവാക്കുവാൻ മാത്രം ഉതകുന്ന ഒരു ശുശ്രൂഷ. എന്നാൽ പുതിയ നിയമം നമ്മെ രക്ഷിക്കുന്ന, നീതീകരിക്കുന്ന ശുശ്രൂഷയാണ്. പഴയ നിയമം നീങ്ങിപ്പോകുന്ന തേജസ്സാണ്, പുതിയ നിയമം നിലനിൽക്കുന്ന തേജസ് ഉളവാക്കുന്ന ഉടമ്പടിയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പുതിയ നിയമം എന്ന് കണ്ടു. പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. പുതിയ നിയമം എന്തുകൊണ്ടാണ് ഉന്നതമായത്, ശ്രേഷ്ഠമായതെന്നും നമ്മൾ അല്പം ഒന്ന് കണ്ടു. ഇനി പ്രായോഗിക ജീവിതത്തിലെ പ്രയോജനങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എബ്രായർ 12:22 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് സൈനാമലയുടെ അടുക്കലല്ല, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ പുതിയ ഉടമ്പടിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരുപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. അവന്റെ ശബ്ദമെന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായത് ഇളക്കമുള്ളത് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിനു പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. 12:28 ഈ ആഴ്ചത്തെ മനഃപ്പാഠമാക്കേണ്ട വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിനു പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. പുതിയ ഉടമ്പടിയിൽ ഇത്ര ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു പ്രതികരണമുണ്ട്. എന്താണ്? നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും അവനെ സേവിക്കുക. അതുതന്നെയാണ് ഈ ആഴ്ചത്തെ പ്രായോഗിക പ്രയോജനങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങൾ. നന്ദി വേണം നമുക്ക്. ദൈവത്തിന് പ്രസാദം വരുന്നമാർ ജീവിക്കണം. ഭയത്തോടും ഭക്തിയോടും അവനെ സേവിക്കണം. നന്ദിയുള്ളവരായിരിക്കണം. ഈ പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുവാനും അതിൽ കൃപയാൽ രക്ഷിക്കപ്പെടുവാനും ദൈവം കാരണം ആയല്ലോ എന്നോർത്ത് അവനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇളകാത്ത രാജ്യം, അവൻ്റെ 2ാം വരവിൽ അവൻ വിധിക്കുമ്പോൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി സുനിശ്ചിതമായ രക്ഷ പ്രദാനം ചെയ്യുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ, ഈ സുവിശേഷത്തിൻ്റെ, ഈ രക്ഷാ പദ്ധതിയുടെ ഭാഗമാകുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്നോർത്ത് അവനോട് നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. അതോടൊപ്പം തന്നെ അവന് പ്രസാദമുള്ള രീതിയിൽ ജീവിക്കണം നമ്മൾ. പഴയ നിയമത്തിൽ അനുസരണക്കേട് കാണിച്ചവരോട് ഈ രീതിയിൽ ദൈവം പ്രതികാരം ചെയ്തെങ്കിൽ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മോട് അരുളി ചെയ്യുന്നവനെ നമ്മൾ നിരസിച്ചാൽ എത്രയധികം. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവനെ പ്രസാദം വരുമാറ് ജീവിക്കണം. ഭക്തിയോടും ഭയത്തോടും നമ്മൾ അവനെ സേവിക്കണം. അതിന് മനസ്സിലാക്കുവാൻ വേണ്ടി എബ്രായർ 10 നിന്ന് 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ അവൻ്റെ രക്തം തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഭക്തിയോടെ അവനോട് അടുത്തു ചെല്ലുക. ഭക്തി കുറച്ച് വെള്ളം ചേർത്ത് ഒരു പരാപരം, ഒരു സാധാരണ രീതിയിൽ പോകാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്ര വലിയ മഹത്വമുള്ള പുതിയ ഉടമ്പടിയുടെ ഭാഗമായെങ്കിൽ, ഇത്ര ശ്രേഷ്ഠമായ രക്ഷാ പ്രവൃത്തിയുടെ ഭാഗമാകുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയെങ്കിൽ, നമുക്കിതുപോലെ ഉറപ്പായ രക്ഷാമാർഗം യേശു തൻ്റെ ദേഹം ചീന്തി നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ആത്മീയത പരാപരത്തിൽ പോകാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അടുപ്പം കൂട്ടുവാനാണ് പറഞ്ഞിരിക്കുന്നത്.
ദൈവിക സംസർഗവും ഭക്തിയും വളർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആളിക്കത്തട്ടെ. പഴയ ഉടമ്പടിയെക്കാളും ശ്രേഷ്ഠമായ ഉന്നതമായ ഉടമ്പടി നമുക്ക് ലഭിച്ചെങ്കിൽ ഉന്നതമായ ആത്മീയ ജീവിതം കാഴ്ചവെക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഭക്തി വളരട്ടെ. പ്രത്യാശയുടെ സ്വീകാരം, പ്രത്യാശ ഏറ്റുപറഞ്ഞ ആ ഏറ്റുപറച്ചിൽ നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ, രക്ഷിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ, ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അതുകൊണ്ട് സഭായോഗങ്ങളെ ഒന്നും ഉപേക്ഷിക്കാതെ തമ്മിൽ നമ്മൾ സേവിക്കണം, പ്രബോധിപ്പിച്ച് ഉത്സാഹം വർദ്ധിപ്പിച്ച് അന്യോന്യം സൂക്ഷിക്കണം. അവൻ്റെ രണ്ടാം വരവിൻ്റെ, അവൻ്റെ ന്യായവിധിയുടെ നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിലെ പ്രയോജനങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക, ദൈവത്തിന് പ്രസാദമുള്ളവരായിരിക്കുക, ഭക്തിയോടും ഭയത്തോടും അവനെ സേവിക്കുക. മറ്റെല്ലാ ഉടമ്പടി അനുഭവങ്ങളെക്കാളും ശ്രേഷ്ഠമായ അനുഭവം പുതിയ ഉടമ്പടിയിലൂടെ നമുക്ക് ദൈവം നൽകിയെങ്കിൽ മറ്റു കാലഘട്ടങ്ങളിലെയും മറ്റുടമ്പടികളെയും മാത്രം അനുഭവിച്ചറിഞ്ഞ മറ്റു ദൈവജനങ്ങളെക്കാളെല്ലാം അധികമായി നാം ദൈവത്തോട് അടുത്തു ചെന്ന് അവനോട് ഭയത്തോടും ഭക്തിയോടും ജീവിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അല്ലാതെ പുതിയ ഉടമ്പടി വളരെ ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് മറ്റുള്ളവരെക്കാളെല്ലാം കുറഞ്ഞ ആത്മീയത കാഴ്ചവെക്കാം, അതിനുള്ള ലൈസൻസ് കിട്ടി എന്നല്ല കൃപയുടെ ശരിയായ നിർവചനം. മറ്റെല്ലാ കാലഘട്ടത്തെക്കാളും ഏറ്റവും അനുഗ്രഹീതമായ മശിക വന്ന് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് രക്ഷ ഉളവാക്കിയ കാലഘട്ടത്തിൽ, പുതിയ ഉടമ്പടി തൻ്റെ രക്തത്താൽ സ്ഥാപിച്ച കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നെങ്കിൽ മറ്റെല്ലാ കാലഘട്ടങ്ങളെക്കാളും അതിജാഗ്രതയോടെ ദൈവത്തോട് അടുത്ത് വന്ന് ഭക്തിയോടും ഭയത്തോടും ജീവിക്കുവാൻ കടപ്പെട്ടവരായിരിക്കണം ദൈവമക്കൾ. അപ്പോൾ പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ അതിന് ഒത്തവണ്ണമുള്ള ഉയർന്ന ഉന്നതമായ ആത്മീയത കാഴ്ചവെക്കുവാൻ നാം ബാധ്യസ്ഥരാണെന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ ആഴ്ചത്തെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.